വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്കിപ്പോൾ ശ്രവിക്കാം. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൂട്ടിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എന്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനുമാകും. തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുന്നതല്ല, ഞാൻ അത് സ്വമനസ്സ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായി ഈശോ സ്വയം വെളിപ്പെടുത്തിയപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ യഹൂദരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി എന്ന് നാം വായിക്കുന്നുണ്ട്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിലേക്ക് നാം എത്തുമ്പോൾ ഈശോ സ്വയം വെളിപ്പെടുത്തുന്നത് മറ്റൊരു വിവാദ വിഷയമായാണ്. ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. ഇടയ സംസ്കാരം അന്യമല്ലാത്ത ഒരു ജനസമൂഹത്തിന്റെ മുൻപിൽ തന്റെ ജനത്തിന് താൻ ആരാണെന്ന് അവിടുന്ന് വ്യക്തമാക്കുന്നു. ആടുകൾ ഇടയനെ അനുസരിക്കുന്നത് പോലെ ഇസ്രായേൽ ഈശോയെ കേൾക്കുവാനും അനുസരിക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. കാരണം ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനാണ് അവിടുന്ന്. ചെന്നായി വരുന്നത് കാണുമ്പോൾ അതിനോട് എതിരിടാൻ നോക്കാതെ പലായനം ചെയ്യുന്ന കൂലിക്കാരനല്ല. ദൈവത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും സഭാ കൂട്ടായ്മയിൽ നിന്നും ദൈവമക്കളെ അകറ്റുന്ന തിന്മയുടെ ശക്തികളായ ചെന്നായ്ക്കളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ജീവത്യാഗം ചെയ്യുവാൻ തയ്യാറായ നല്ല ഇടയനാണ് അവിടുന്ന്. അതെ, പാപത്തിന്റെ പിടിയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ, ജീവൻ സമൃദ്ധമായി ലഭിക്കാൻ സ്വയം അർപ്പിക്കുന്ന ഇടയൻ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇന്നോളം ആയിരക്കണക്കിന് ആടുകൾ ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി മാറിയിട്ടുണ്ട്. ആടുകൾ ഇടയനു വേണ്ടി ബലിയാകുന്നു. എന്നാൽ ആദ്യമായാണ് ഒരിടയൻ ആടുകൾക്ക് വേണ്ടി ബലിയാകുന്നത്. ഇത് സാധാരണ ഇടയനല്ല, സാധാരണ ഇടയന്മാരെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ ആടുകൾക്ക് വേണ്ടി മരണപ്പെട്ടുകൊണ്ട് ഇടയ സമൂഹം തന്നെ ഇല്ലാതായി മാറുമായിരുന്നു. കുരിശിലെ ബലിയിലൂടെ, സ്നേഹത്തിന്റെ സമർപ്പണത്തിലൂടെ സകല ജനപദങ്ങൾക്കും രക്ഷപ്രദാനം ചെയ്യുന്ന ഈശോയുടെ സമർപ്പണമാണ് ഇത്. അങ്ങനെ എല്ലാ ആടുകളെയും ഒരു തൊഴുത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന അവിടുത്തെ സമർപ്പണം. നമുക്ക് വേണ്ടി നല്ല ഇടയനായി നിലകൊള്ളുന്ന യേശുവിന്റെ ചിത്രം അവിടുത്തെ അനുയായികളായ നമുക്ക് മുൻപിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഞാൻ എൻ്റെ അജഗണത്തിന് നല്ല ഇടയനാണോ?
അതോ നേട്ടങ്ങളിൽ കണ്ണുവെക്കുന്ന കൂലിക്കാരനായാണോ വർത്തിക്കുന്നത്? തിന്മയുടെ പിടിയിൽപ്പെടാതെ എൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, സമൂഹത്തിലുള്ളവരെ രക്ഷിക്കാൻ ഞാൻ മുറിവേൽക്കേണ്ടി വന്നേക്കാം. പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. അവിടെയൊക്കെ എൻ്റെ നിലപാട് എന്താണ്? തിന്മ അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ സംരക്ഷണത്തിന് ഫലമേൽപ്പിക്കപ്പെട്ടവർക്ക് നല്ല ഇടയനായി തീരാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. സ്വജീവൻ നമുക്ക് വേണ്ടി അർപ്പിച്ച ഈശോ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.